ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അവധി ദിവസമാണ്. മക്കൾക്ക് സ്കൂളിലൊന്നും പോകണ്ടേ, വൈകിയാണ് എണീറ്റത്. കാപ്പിയൊക്കെ കുടി കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയി ഇച്ചിരി കരിവേപ്പിലയും കാന്താരിയൊക്കെ എടുത്തേ. അതൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ, മീൻ വാങ്ങിച്ചു വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. ചൂരയാണേ. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാലുണ്ടല്ലോ അത് നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്കിന്നൊക്കെ നല്ലോണം ഉരിഞ്ഞു വരും കേട്ടോ. പക്ഷേ ഒരു സൈഡ് സ്കിൻ കട്ട് ചെയ്തെടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. മറ്റേ സൈഡ് കട്ട് ചെയ്തപ്പോൾ ഉണ്ടല്ലോ അതിലൂടെ മാംസമൊക്കെ കുറച്ചങ്ങ് വന്നു കേട്ടോ. ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മീനിന് അതിൻ്റെ തൊലിയൊന്നും ഉരിക്കത്തില്ല. പക്ഷേ എനിക്ക് അത് പറ്റത്തില്ല കേട്ടോ. ഞാൻ ഈ ചൂര അങ്ങനെയുള്ള മീനുകളൊക്കെ ഞാൻ തൊലി ഉരിച്ചാണ് അത് കറി വയ്ക്കുന്നത്. ഈ മീനെ കൂടുതലും വറുത്തരച്ച് വെക്കുന്നതാണ് ടേസ്റ്റ്. എൻ്റെ അമ്മയൊക്കെ വറുത്തരച്ച് വെക്കും കേട്ടോ നല്ലോണം. അതാണ് ഭയങ്കര ടേസ്റ്റ്. പക്ഷേ ഇവിടെ അങ്ങനെ എനിക്ക് മക്കൾക്ക് അത്ര ഇതില്ല കേട്ടോ. കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കൈ മുറിഞ്ഞു, നല്ല രീതിക്ക് അങ്ങ് മുറിഞ്ഞേ. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ കൊണ്ടുവന്ന് നല്ലോണം വൃത്തിയാക്കി കഴുകിയെടുത്തു. ഉപ്പൊന്നും ഇട്ട് കഴുകത്തില്ല കേട്ടോ. കാര്യം സ്കിന്ന് കട്ട് ചെയ്തെടുക്കുന്ന മീനുകൾക്ക് ഞാൻ ഉപ്പിട്ടൊന്നും കഴുകത്തില്ല. തൊലി ഉരിക്കാത്ത മീനുകൾക്കാണ് ഉപ്പിട്ട് കഴുകുന്നത്. അത് കഴിഞ്ഞ് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി എല്ലാം ചേർത്ത് അരച്ചെടുത്തേ. പിന്നെ പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് കലക്കി അടുപ്പത്ത് വെച്ചു. മീനൊക്കെ തിളച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ടേ. കുറച്ച് പീസ് എടുത്ത് വറക്കാനും വെച്ചു. മക്കൾക്ക് ചൂരമീനൊക്കെ വറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുത്തു. ഇത്തവണ മീൻ മസാലയ്ക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ വിട്ടുപോയി. എനിക്കത് ഇഷ്ടമാണ്. ഇത് കുറേ തവണ പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്യാരറ്റ് തോരൻ അരിയാനായിട്ട് പുറത്ത് പോയിരുന്ന് മോനുമായിട്ട് സംസാരിച്ചിരുന്ന് ഞാൻ തോരൻ അങ്ങ് അരിഞ്ഞേ. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കേട്ടോ. ചൂടായി വന്നപ്പോഴത്തേക്കും കടുകിട്ടു, വറ്റൽമുളക് ഇട്ടു. നല്ല പൊട്ടിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും എല്ലാം ചേർത്ത് നല്ലവണ്ണം ഉപ്പും ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചേ. ഈ ക്യാരറ്റ് തോരൻ, ക്യാബേജ് തോരനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ പൊട്ടിച്ചിടുവേ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് കടിക്കാൻ കിട്ടുന്നത്. അത് പക്ഷേ വിട്ടുപോയി കേട്ടോ, മറന്നുപോയി. അതിനുശേഷം ഞാൻ രാവിലെ പറിച്ചെടുത്ത ആ കാന്താരിയും തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ എല്ലാം ചേർത്ത് മിക്സിയിൽ അരച്ചില്ല കേട്ടോ. എളുപ്പപ്പണിയാണ് ചെയ്തത്. കൈ വെച്ചൊന്ന് ഞെരടി ആ തോരനകത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തോരൻ റെഡിയായി കേട്ടോ. തോരനൊക്കെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഉണ്ടല്ലോ മീനിന് കടുക് താളിച്ചിടാൻ മറന്നുപോയി. അതെല്ലാം താളിച്ചിട്ടതിന് ശേഷം ഞാനും മക്കളും എല്ലാം കൂട്ടിരുന്ന് ചോറൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ മോൻ്റെ കൂട്ടുകാരൻ കളിക്കാൻ വന്നു. ആ പോട്ടിനകത്ത് കുറച്ച് മീനുണ്ട് കേട്ടോ. അത് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ തൂത്തുവാരാനായിട്ട് പുറത്തൊക്കെ പോയപ്പോൾ വീട്ടിനടുത്തുള്ള ആൻറ്റി വന്ന് നിന്ന് സംസാരിച്ച് കുറേ നേരം സമയം പോയി. അത് കഴിഞ്ഞ് ബാക്കി കൂടെ തൂത്ത് കത്തിച്ചതിന് ശേഷം ഉണ്ടല്ലോ വൈകിട്ട് ഞാനും മോനും കൂടെ എനിക്കൊന്ന് കൊട്ടിയം വരെ പോകണമായിരുന്നു. സന്ധ്യയ്ക്കാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ പോസ്റ്റിൽ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം പോകാമെന്ന് കരുതി. അവൻ്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞു, അച്ഛാ കുഴിമന്തി തിന്നിട്ട് കുറച്ച് ദിവസമായി കുഴിമന്തി വാങ്ങിച്ച് തരണേന്ന്. എന്നാൽ പിന്നെ പോയി നീ വാങ്ങിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടെ പോയതാണേ. ഇതെൻ്റെ വീടിനടുത്തുള്ള റോഡാണ്. വലിയ ട്രാഫിക്കില്ല. പക്ഷേ കുട്ടിയത്തോട്ട് എത്തിയപ്പോൾ ഉണ്ടല്ലോ നല്ല ട്രാഫിക്കുണ്ട്. പ്രത്യേകിച്ച് റോഡ് പണി നടക്കുന്നതല്ലേ. ഞാൻ മേവറത്തുള്ള മന്തി മനസ്സിലാണേ മന്തി വാങ്ങിക്കാൻ പോയത്. ചേട്ടൻ വരുമ്പോഴൊക്കെ നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ഫുഡാണ്. അതുകൊണ്ടാണ് അവിടെ പോയതേ. സന്ധ്യ ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ല. കുറേ കൂടെ കഴിയുമ്പോഴായിരിക്കും അവിടെ തിരക്ക്. അങ്ങനെ അവിടെ പോയി ചെന്ന് മന്തിയൊക്കെ ഓർഡർ ചെയ്ത് അവിടെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മന്തി റെഡിയായി. ഞാനും മോനും കൂടെ അങ്ങ് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഇളയവൻ പറയും, അമ്മ വിശക്കുന്നു വേഗം എടുത്ത് താന്ന്. അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. ഞാനൊരു ഫുൾ മന്തിയാണേ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റൈസിനായിക്കോട്ടെ എല്ലാത്തിനും. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിച്ചേ. ഞാനുണ്ടല്ലോ മയോണൈസ് കഴിക്കത്തില്ല കേട്ടോ. അതെന്താണെന്നറിയത്തില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് എനിക്കെന്തോ ഇഷ്ടമല്ല. എനിക്കതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. മക്കൾ കഴിച്ചു. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ബാക്കി എടുത്ത് കുറച്ചധികം ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.